2-3 വർഷം മുമ്പ് കേരളത്തിലെ ഇടതുപക്ഷ ഭരണകൂടം ഞങ്ങൾക്ക് പരസ്യം നിഷേധിച്ചപ്പോൾ ഞങ്ങൾ ഈ PRD ഓഫീസിലും മന്ത്രിമാരുടെ ഓഫീസുകളിലൊക്കെ ചെന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ എന്താണ് കാരണമെന്ന് അവർ പറയുകയുണ്ടായില്ല. പിന്നെ വളരെ സൂക്ഷ്മമായി ചൂഴ്ന്നന്വേഷിച്ചപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നു എന്ന് പറയുന്ന ഒരു കത്തിന്റെ കോപ്പി ഞങ്ങൾക്ക് കിട്ടി. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ രസകരമായ കാര്യങ്ങളായിരുന്നു. അതിലൊന്ന്, തേജസ് ദിനപത്രം ഇന്ത്യ ഗവൺമെന്റിന്റെ അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള പ്രത്യേകമായ താൽപര്യത്തെ വിമർശിക്കുന്ന അർത്ഥത്തിലെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ US അമേരിക്കൻ ബന്ധങ്ങളെ വിമർശിക്കുന്നു. രണ്ടാമതായി പറഞ്ഞിരുന്നത്, ഇന്ത്യയിലെ സുരക്ഷാ സേനകൾ നടത്തുന്ന ഈ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ എന്നൊക്കെ പറഞ്ഞുള്ള വിനോദ കലാപരിപാടി ഉണ്ടല്ലോ, ഈ വിനോദ കലാപരിപാടികളെ തേജസ് അതിശക്തമായി വിമർശിക്കുകയും അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി പറഞ്ഞിരുന്നത്, നമ്മുടെ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഒരു വർഗീയമായ വീക്ഷണത്തിലൂടെ നോക്കിക്കാണുകയും അതിനനുസരിച്ച് വാർത്തകളും ലേഖനങ്ങളും മുഖപ്രസംഗങ്ങളും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. നാലാമതായി പറഞ്ഞതിന്റെ അർത്ഥം ഇതുവരെയും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാൻ ഇസ്ലാമിക് പബ്ലിക്കേഷൻ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് തേജസ് എന്നുമായിരുന്നു നാലാമത്തെ. ഇതിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്. ബാക്കി 3 ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളുടെ പത്രം തുടങ്ങിയിട്ടുള്ളത്. ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന്റെ ഒരു പത്രം എന്നതിലുപരിയായി കാര്യങ്ങളെ വ്യത്യസ്തമായി വസ്തുനിഷ്ഠമായി വാർത്തകൾക്കപ്പുറമുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്ന വളരെ പ്രയാസകരമായ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് തേജസ് മുമ്പോട്ട് നീങ്ങുന്നത്. ആ ദൗത്യം നിറവേറ്റുന്നതിന് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടായാൽ അന്ന് മാത്രമായിരിക്കും തേജസ് അടച്ചുപൂട്ടുക എന്നുകൂടി ഞങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കും. അന്ന് മാത്രമായിരിക്കും അടച്ചുപൂട്ടുക. പിന്നെ തേജസിന്റെ ആവശ്യമില്ല.